ഇന്നലെ രാവിലെ അർജുനെ കുറിച്ച് നല്ലത് പറഞ്ഞ വീഡിയോ ചെയ്തവരാണ് നമ്മള്. പക്ഷെ ഇന്നലെ ഒരു ഒറ്റ ദിവസം കൊണ്ട് അർജുന്റെ മുഖം മൂടി കഴിഞ്ഞു വീണു. രസ്മിന്റെയും ജാസ്മിന്റെയും ഗിബ്രിയുടെയും ഒക്കെ കൂടി അർജുനും ജിൻഡോയ്ക്കെതിരെ കളിച്ചു. ആള് ബേസിക്കലി ഒരു കുന്തം വിഴുങ്ങിയ ഗെയിമാണ് ഇന്നലെ വരെ കളിച്ചു വന്നത്. നിലപാടില്ലാത്തൊരു ആളെ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എങ്കിലും അർജുന് നല്ല ബുദ്ധിയും വിവരവും ഉണ്ട് എന്ന് ഞാൻ ഒന്ന് കരുതിയിരുന്നു, ജസ്റ്റ് ഒരു മിനിറ്റത്തേക്ക് പോലും. ഓരോ വിഷ്വൽസും എങ്ങനെ ഔട്ട് പോകും എന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ അർജുൻ ജബ്രികളുടെ കൂടി ജിൻഡോയെ ആക്രമിക്കില്ലായിരുന്നു. ജിൻഡോ അടങ്ങുന്ന പവർ ടീമാണ് അർജുനെ സെലക്ട് ചെയ്തത്. അതിന്റെ നന്ദി കാണിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നല്ല രീതിയിൽ ഒരു ജിൻഡോ സപ്പോർട്ട് അർജുൻ കൊടുത്തിരുന്നുവെങ്കിൽ പ്രേക്ഷക പിന്തുണ വർദ്ധിക്കുമായിരുന്നു. ഒരു ബാക്ക് സപ്പോർട്ട് മാത്രം കൊടുത്താൽ മതിയായിരുന്നു ജിൻഡോയ്ക്ക്. റോക്കിയെ താങ്ങി കിട്ടിയ പ്രേക്ഷക പിന്തുണ വർദ്ധിപ്പിക്കാൻ അർജുന് കിട്ടിയ ഒരു അവസരമായിരുന്നു ഇന്നലത്തെ ഒരു ദിവസം. പക്ഷെ ഇന്നലെ ഞാൻ കണ്ട അർജുൻ ഒരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് അർജുൻ ആയിരുന്നു. റോക്കിയെ താങ്ങിയ പോലെ താങ്ങണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ജസ്റ്റ് ഒരു ബാക്ക് സപ്പോർട്ട് ജിൻഡോയ്ക്ക് കൊടുത്താൽ മതിയായിരുന്നു. എല്ലാവരും ഒരാളെ ഒറ്റപ്പെടുത്തുമ്പം പ്രേക്ഷകർ നോക്കുന്ന ആര് അയാൾക്ക് സപ്പോർട്ട് വരുന്നു എന്നാണ്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അർജുൻ ഉണ്ടായിരുന്ന ഇമേജും കൂടി ഇന്നലെ കളഞ്ഞു പൊളിച്ചു. ജാസ്മിന്റെ ബ്രിട്ടീഷ് ക്രീമിൽ മയങ്ങി വീണതാണോ അതോ ഗബ്രിക്ക് റസ്മിനും ഒക്കെ പുറത്ത് നല്ല സപ്പോർട്ട് ഉണ്ട് എന്ന് കരുതിയിട്ടാണോ എന്ന് അർജുന് മാത്രം അറിയാം. പുറകെ നടന്ന് പ്രൊവോക്ക് ചെയ്യുക, പിന്നെ വാ തുറന്ന് ഡയലോഗ് അടിക്കുക, റസ്മിനെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുക, അതാണ് മെയിൻ. വേസ്റ്റ് ചെയ്യാൻ റസ്മിനോട് പറഞ്ഞത് അർജുനാണ്. അത് എപ്പിസോഡിൽ നല്ല ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ ജിൻഡോനെ അർജുൻ പ്രൊവോക്ക് ചെയ്തത് എന്റെ ദൈവമേ, ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല അർജുന്റെ കയ്യിൽ നിന്നും അങ്ങനെ ആ രീതിയിലുള്ള ഒരു പ്രൊവോക്കിങ്. ഇത്രയും ദിവസം അർജുൻ മിണ്ടാതിരിക്കുകയായിരുന്നു. പിന്നെ റസ്മിനെ കുറ്റം ചെയ്യാൻ പ്രേരിപ്പിച്ചത് പ്രേരണ കുറ്റം ഒരു കുറ്റം തന്നെയാണ്. ലാലേട്ടൻ വന്ന് റസ്മിനെ പറയുന്ന കൂട്ടത്തിൽ അർജുനെയും പറയണം നല്ലതാകണം. കാരണം അർജുൻ അത് അർഹിക്കുന്നുണ്ട്. ഇത്രയും ദിവസം കണ്ടതിൽ നിന്നും വിപരീതമായ ഒരു മുഖം നമ്മളെ ഇന്നലെ കാണിച്ചു എന്ന് പറയുന്നത് അതിനർത്ഥം അർജുന്റെ മുഖം മൂടി അഴിഞ്ഞു വീണു എന്ന് തന്നെയാണ്. പിന്നെ 4 ആഴ്ച അവിടെ നിൽക്കാൻ വേണ്ടി ഒരു ഫേക്ക് ഫേസ് നമ്മളെ കാണിച്ചത് ഒട്ടും എനിക്ക് പേഴ്സണലി ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ നെഗറ്റീവ് ഗെയിം കളിക്കാനാണെങ്കിലും അർജുൻ വാ തുറന്ന ഒരു വളരെ നല്ല കാര്യമാണ്. ജിൻഡോയ്ക്കെതിരെ തന്നെ കളിക്കട്ടെ, മല്ലികയ്ക്ക് അതൊരു വിഷയമേ ആയിരിക്കില്ല. നമുക്ക് നോക്കാം എവിടം വരെ പോകുമെന്ന് അർജുന്റെ കളികള്. ഇനി എത്ര മുഖംമൂടികൾ അർജുൻ അഴിക്കാനുണ്ട് എന്ന് നമുക്ക് കണ്ടറിയാം. എനിക്ക് തോന്നുന്നു ഒരു മിനിമം ഒരു 3-4 ഉണ്ട്. അത്രയും ലേയേഴ്സ് വെച്ചിട്ടാണ് അർജുൻ കളിക്കുന്നത്.